നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കൂർക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് കോൺക്രീറ്റിംഗ് ഉപേക്ഷിച്ച് കരാർ കമ്പനി പോയതിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരവും നൈറ്റ് മാർച്ചും നടത്തി. സമരം ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ കൂർക്കഞ്ചേരി റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിൽ നിന്ന് കരാർ കമ്പനി പിൻവാങ്ങിയതോടെ ദുരിതത്തിലായത് വഴിയാത്രക്കാർ. 22-ന് തീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് തൃശൂർ അടക്കമുള്ള 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കൊരട്ടിയിൽ വൻ ലഹരി മരുന്നുവേട്ട. കൊച്ചിയിലേക്ക് കടത്തുകയായിരുന്ന മാരക രാസലഹരിയുമായി യുവാവ് പിടിയിൽ. വിശദമായ വാർത്തകളിലേക്ക്. കൂർക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് കോൺക്രീറ്റിംഗ് ഉപേക്ഷിച്ച് കരാർ കമ്പനി പോയതിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരവും നൈറ്റ് മാർച്ചും നടത്തി. സമരം ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. പാലക്കൽ ജംഗ്ഷനിലെ കപ്പിള പരിസരത്താണ് സമരം സംഘടിപ്പിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. 2022 ഫെബ്രുവരി മാസം ആരംഭിച്ചു. ഇതാദ്യം ഈ പണി ആരംഭിക്കാൻ പോയത് പെരുമ്പിളിശ്ശേരി സെൻറ്ററിൽ വെച്ചായിരുന്നു. പെരുമ്പിളിശ്ശേരി സെൻറ്ററിൽ അന്ന് ഇവർ പൊളിക്കാൻ വന്നപ്പോൾ അന്ന് അവിടെ കോൺഗ്രസ്സുകാരും വ്യാപാരികളും ചേർന്ന് അവിടെ തടുത്തു. അതിനുശേഷം ചേർപ്പ് പഞ്ചായത്തിൻ്റെ ഹാളിൽ വെച്ച് അവിടെ ഒരു മീറ്റിംഗ് കൂടി. ആ മീറ്റിങ്ങിൽ പല തീരുമാനങ്ങൾ എടുത്തു. ഈ റോഡിൻ്റെ വളരെ നല്ല രീതിയിൽ ഉള്ള റോഡ്, ഈ റോഡിന് ആദ്യം തന്നെ ഇവിടെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഇത് പൊളിച്ചു പണിയേണ്ട ആവശ്യമില്ല, ചില സ്ഥലങ്ങളിൽ മാത്രം താരങ്ങളിൽ മാത്രം നടത്തിയാൽ മതി എന്നായിരുന്നു തീരുമാനം. പക്ഷേ ഇവർ ജർമ്മൻ ബാങ്കിൻ്റെ 203 കോടി രൂപ ഇവർ ഫണ്ട് പാസ്സാക്കി. അതിന് കുറച്ച് ഇവിടെ ബിജു വൈക്കൽ സൂചിപ്പിച്ചതുപോലെ 30% പൈസ ഇവരുടെ കേരള ഗവൺമെൻറ് അക്കൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. അതിനുശേഷമാണ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് തുടങ്ങിയത്. അന്നെടുത്ത തീരുമാനങ്ങൾ ഈ പഴയ റോഡിൻ്റെ ഉള്ളിൽ റോഡിൻ്റെ അടിഭാഗത്ത് കൂടി പോകുന്ന കേബിളുകൾ, വാട്ടർ കണക്ഷൻ്റെ കേബിളുകൾ, ടെലഫോൺസിൻ്റെ കേബിളുകൾ, KSEBയുടെ കേബിളുകൾ ഇവയൊക്കെ മാറ്റി പുനഃസ്ഥാപിച്ചതിന് ശേഷമേ പണി ആരംഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ പാലക്കൽ വന്ന് പൊളിക്കുകയാണ് ഉണ്ടായത്. ഇത്രയും കടുകാസ്ഥിയായ ഒരു റോഡ് സംവിധാനം, അതിൻ്റെ റോഡ് പണി, അതിൽ ഒരുപാട് ആളുകൾക്ക് പ്രത്യേകിച്ച് ചൊവ്വൂർ മേഖലയിലുള്ള ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വന്നു. കരാറുകാർ എന്തുകൊണ്ടാണ് പണി ഉപേക്ഷിച്ചു പോയതെന്നും റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജോസ് വള്ളൂർ പറഞ്ഞു. ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കാൻ തയ്യാറാകാത്തവർ, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ തയ്യാറാകാത്തവർ, ദുരിതങ്ങൾ മാത്രം നൽകി ദുരിതപൂർണമായ ഒരു സാഹചര്യം ഉണ്ടാക്കി ഈ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ദുഃഖകരമായ സങ്കടകരമായ ഒരു അവസ്ഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരായി ഭരണാധികാരികൾ മാറുമ്പോൾ അപമാനകരമായ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ ഈ റോഡിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു, നമുക്കെല്ലാവർക്കും അറിയാം. ഏറെ സന്തോഷത്തോടെ, അതിലേറെ അഭിമാനത്തോടു കൂടിയാണ് കൂർക്കഞ്ചേരി മുതൽ കൊടുങ്ങല്ലൂർ വരെ നീണ്ടുകിടക്കുന്ന ഈ റോഡിന്റെ വികസന കാര്യങ്ങളിൽ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി ഈ റോഡിന്റെ പണി ആരംഭിക്കാൻ തീരുമാനിച്ചതും പണി ആരംഭിച്ചപ്പോൾ നമ്മളെല്ലാവരും ഏറെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയതും. ഇപ്പോൾ 2 വർഷം പിന്നിട്ടിട്ടും ഈ റോഡിന്റെ നിർമ്മാണം എവിടെ എത്തി നിൽക്കുന്നു എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നിർമ്മിച്ച റോഡിനെ സംബന്ധിച്ച് ഗതാഗത സ്തംഭനമുണ്ടാകുന്ന രീതിയിൽ, ജനങ്ങൾക്ക് അപകടമുണ്ടാകുന്ന രീതിയിലാണ് ഇതിന് നിർമ്മാണം എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്തെ ജനങ്ങളെ അല്ലെങ്കിൽ ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളെ സംബന്ധിച്ച് അവരുടെ മനുഷ്യ ജീവന് വില കൽപ്പിക്കാത്ത ഒരു സംവിധാനമായി ഇത് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സമരത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് മുൻ ട്രഷറർ KK കൊച്ചുമുഹമ്മദ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് CO ജേക്കബ്, KV ദാസൻ, CK പെറഞ്ചു, CN ഗോവിന്ദൻകുട്ടി, റസൻ വർഗീസ്, അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, UDF ചെയർമാൻ ബിജു കുണ്ടുകുളം, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, VI ജോൺസൺ, KK അശോകൻ, പ്രിയൻ അവനിശ്ശേരി, KR ചന്ദ്രൻ, KR ശ്രീനിവാസൻ, CK വിനോദ്, KR സിദ്ധാർത്ഥൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വിനയ സച്ചിൻ,
ടി നിർമ്മല എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ കൂർക്കഞ്ചേരി റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിൽ നിന്ന് കരാർ കമ്പനി പിൻവാങ്ങിയതോടെ ദുരിതത്തിലായത് വഴിയാത്രക്കാരാണ്. പാലക്കൽ ഭാഗത്ത് 200 മീറ്ററോളം ഭാഗം കോൺക്രീറ്റ് ചെയ്യാത്തതും വൻ ഗതാഗത കുരുക്കിന് കാരണമാകുന്നു. 2022 ഫെബ്രുവരി 18-നാണ് പാലക്കൽ സെന്ററിൽ നിന്ന് റോഡ് നിർമ്മാണം ആരംഭിച്ചത്. ജർമ്മൻ ബാങ്കിന്റെ സഹായത്തോടെ 203 കോടി രൂപ ചെലവിൽ റോഡ് നവീകരണം തുടങ്ങുമ്പോൾ ഏറെ പ്രതീക്ഷയിലായിരുന്നു യാത്രക്കാരും. എന്നാൽ നിർമ്മാണം തുടക്കം മുതലേ പരാതിപ്രളയമായി മാറിക്കഴിഞ്ഞിരുന്നു. റോഡ് നിർമ്മാണം വ്യാപാരികളെയാണ് ഏറെ വലച്ചത്. പലരും കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയി. 34.35 കിലോമീറ്റർ കോൺക്രീറ്റ് ചെയ്യാനായിരുന്നു പദ്ധതി. എന്നാൽ 13 കിലോമീറ്റർ ഭാഗം മാത്രമേ കോൺക്രീറ്റ് ചെയ്യാനായുള്ളൂ. പാലം, കലുങ്ക്, കാന, കട്ടവിരി എന്നിവയൊന്നും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പാലക്കൽ ഭാഗത്ത് റോഡ് പണി നടക്കാത്തതും രൂക്ഷമായ ഗതാഗത കുരുക്കാണ് പലപ്പോഴും വേദിയാവുന്നത്. രോഗികളുമായി സഞ്ചരിക്കുന്ന ആംബുലൻസ് പോലും ഇവിടെ കുരുക്കിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറുമ്പോഴും അധികൃതർ മെല്ലെ പോക്കാണ് സ്വീകരിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. അതേസമയം 2024 ഒക്ടോബറിന് ശേഷം വരുന്ന ബില്ലുകൾക്ക് പണം നൽകാൻ സാധിക്കില്ലെന്ന് ബാങ്ക് അറിയിച്ചതോടെയാണ് കരാർ കമ്പനി ഒഴിയാൻ തീരുമാനിച്ചതെന്നും പറയുന്നു. എന്തു തന്നെയെങ്കിലും പാതി വഴിയിൽ നിലച്ച റോഡ് നിർമ്മാണം വരുത്തിവെച്ചത് യാത്രാ ദുരിതം മാത്രമാണ്. ശക്തമായ മഴയിൽ തൃശൂർ സ്വരാജ് റൌണ്ടിൽ ബാനർജി ക്ലബിന് മുൻപിൽ വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം വീണു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 അപകടം. ഓടിക്കൊണ്ടിരുന്ന 2 കാറുകളുടെ മുകളിലേക്കാണ് മരം പതിച്ചത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. ഓരോ മിനിറ്റിലും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന തിരക്കേറിയ പ്രദേശത്തേക്കാണ് അപകടമുണ്ടായത്. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. സ്ഥലത്ത് ഗതാഗത കുരുക്കുമുണ്ടായി. തൃശൂർ ഫയർ സ്റ്റേഷനിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ചേർന്ന് മരം മുറിച്ചു നീക്കി. തൃശൂർ ഈസ്റ്റ് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. 22-ന് തീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് തൃശൂർ അടക്കമുള്ള 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പക്ഷേ റെഡ് അലർട്ടിന് സമാനമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 21 വരെ തൃശൂർ അടക്കം യെല്ലോ അലർട്ടാണ്. റെഡ്, ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ച ജില്ലകളിൽ മുന്നൊരുക്കം നടത്താൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ ഈ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് മുന്നോടിയായാണ് മഴ. അതിതീവ്ര മഴയിൽ കുറഞ്ഞ സമയത്തിൽ മഴ പ്രതീക്ഷിക്കുന്നതിനാൽ മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനും സാധ്യതയുണ്ടെന്ന് അതോറിറ്റി അറിയിച്ചു. മിന്നലിലും കാറ്റിലും സാധ്യതയുണ്ടെന്നും വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്ക് വിനോദയാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൊരട്ടിയിൽ വൻ ലഹരി മരുന്നുവേട്ട. കൊച്ചിയിലേക്ക് കടത്തുകയായിരുന്ന മാരക രാസലഹരിയുമായി യുവാവ് പിടിയിൽ. ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് മാരക രാസലഹരി മരുന്ന് കടത്തുന്നുവെന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മ IPSന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ചാലക്കുടി ഡിവൈഎസ്പി R അശോകൻ, റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി N മുരളി, കൊരട്ടി സർക്കിൾ ഇൻസ്പെക്ടർ NA അനൂപ് എന്നിവരുടെ നേതൃത്വത്തിൽ കൊരട്ടി ജംഗ്ഷനിൽ നടത്തിയ പരിശോധനയിൽ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് കടത്തിയായിരുന്ന 15 ഗ്രാമോളം MDMA-യുമായി കണ്ണൂർ സ്വദേശി പിടിയിലായി. കണ്ണൂർ ഇരട്ടി വിളമന സ്വദേശി മലയിൽ വീട്ടിൽ 27 വയസ്സുള്ള അമൽകൃഷ്ണനാണ് രാസലഹരിയുമായി പിടിയിലായത്. തൃശൂർ റേഞ്ച് DIG അജിത ബീഗം IPSന്റെ നിർദ്ദേശപ്രകാരം റേഞ്ച് തലത്തിൽ ലഹരി വസ്തുക്കളുടെ ഉൽപാദനം, വിപണനം, സംഭരണം എന്നിവ തടയുന്നതിനായി നടത്തുന്ന വ്യാപക പരിശോധനകൾ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി നിരവധി പേരെ പിടികൂടി കേസുകൾ രജിസ്റ്റർ ചെയ്തു വരികയാണ്. കൊരട്ടി ജംഗ്ഷനിൽ സംശയാസ്പദമായി കണ്ട യാത്രക്കാരനെ ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായി സംസാരിച്ചതിനാൽ കൊടകര സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് റഫീഖിന്റെ സാന്നിധ്യത്തിൽ വിശദമായി പരിശോധിച്ചപ്പോൾ യുവാവിന്റെ പോക്കറ്റിൽ ഭദ്രമായി പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന രാസലഹരി കണ്ടെത്തിയത്. ബാംഗ്ലൂരിൽ നിന്ന് പല വാഹനങ്ങൾ മാറിക്കയറിയാണ് ഇയാൾ കൊച്ചിയിലെത്തിയതെന്ന് പോലീസിനോട് സമ്മതിച്ചു. രാസലഹരി പിടികൂടിയ പോലീസ് സംഘത്തിൽ ജില്ലാ ലഹരി വിരുദ്ധ സേനയിലെ SI-മാരായ BG സ്റ്റീഫൻ, സതീശൻ മാടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ, VU സിൽജോ, സീനിയർ CPO-മാരായ AU റെജി, ബിനു MC എന്നിവരും കൊരട്ടി സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ശിഹാബ് കുട്ടശ്ശേരി, അഡീഷണൽ ASI ഷിബു CP, ASI നാഗേഷ് KC, സീനിയർ CPO-മാരായ ടെസി, സജീഷ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ജിബിൻ ജൻസൺ, മണിക്കുട്ടൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്. അമൽകൃഷ്ണന് മുമ്പും ലഹരി മരുന്ന് കേസുകൾ ഉള്ളതായി പോലീസ് അറിയിച്ചു.
പിടികൂടിയ മയക്കുമരുന്നിന് ചില്ലറ വിപണിയിൽ 1 ലക്ഷത്തിലേറെ രൂപ വില വരും. മയക്കുമരുന്നുമായി പിടിയിലായ യുവാവിനെ തുടർ നടപടികൾക്കായി കോടതിയിൽ ഹാജരാക്കും. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ 100 നാൾ തുടർച്ചയായി നടക്കുന്ന ഭാരത നൃത്തോത്സവത്തിന്റെ 72ാം ദിനം ബാംഗ്ലൂരിൽ നിന്നെത്തിയ ഗുരു ഉമാമേനോന്റെ ശിഷ്യരായ കലാഞ്ജലി സ്കൂൾ ഓഫ് ഡാൻസിലെ കുട്ടികൾ അവതരിപ്പിച്ച മോഹിനിയാട്ടം ശ്രദ്ധേയമായി. തുടർന്ന് പോണ്ടിച്ചേരിയിൽ നിന്നെത്തിയ ഓസ്കാർ നോമിനി സംഗീതജ്ഞമായ നർത്തകി അപർണ ശർമ്മയുടെ ഭരതനാട്യമുണ്ടായിരുന്നു. ഹൈദരാബാദിൽ നിന്നെത്തിയ കുച്ചിപ്പുടി നർത്തകൻ പ്രസാദ് കുണ്ടലയും ശിഷ്യരും അവതരിപ്പിച്ച കുച്ചിപ്പുടിയും ദുബായിൽ നിന്നെത്തിയ ഗീത പ്രേം നായർ ഭരതനാട്യവും അവതരിപ്പിച്ചു. കലാകാരികൾക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ പൊന്നാടയും പ്രശസ്തി പത്രവും ശില്പവും പ്രസാദവും നൽകി ആദരിച്ചു. ഒല്ലൂർ KCYM വനിതാ വിഭാഗവും ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന്റെയും ആഭിമുഖ്യത്തിൽ മെഗാ രക്തദാന ക്യാമ്പും മലബാർ ഐ ഹോസ്പിറ്റലും സ്പെക്സോ തൃശൂരും ചേർന്ന് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു. ഒല്ലൂർ ഹോളി ഏഞ്ചൽസ് സ്കൂളിൽ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. ഒല്ലൂർ ഫെറോനപ്പള്ളി വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി നേത്രപരിശോധന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. KCYM വനിതാ വിഭാഗം വൈസ് പ്രസിഡന്റ് ഡയാന പോളി രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. KCYM പ്രസിഡന്റ് മെൽന ജോസ്, ജെയിംസ് മേച്ചേരി, ഡേവിസ് പടിക്കാല തുടങ്ങിയവർ സംസാരിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞത്തിന് താന്യം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിൽ തുടക്കം കുറിച്ചു. കാലവർഷത്തിന് മുന്നോടിയായി വാർഡിലെ കാനകളിലും പൊതു ഇടങ്ങളിലും അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും നീക്കം ചെയ്ത് പൊതു ഇടങ്ങൾ ശുചീകരണം നടത്തി. പെരിങ്ങോട്ടുകര 4 കൂടിയ സെന്ററിൽ നടന്ന ശുചീകരണ യജ്ഞം റോഡിലെ മാലിന്യങ്ങൾ എടുത്തുകൊണ്ട് വാർഡ് മെമ്പർ ആൻഡോത്തറയൻ ഉദ്ഘാടനം ചെയ്തു. CDS മെമ്പർ സുഭദ്ര രവി അധ്യക്ഷത വഹിച്ചു. ADS പ്രസിഡന്റ് വിജയപ്രകാശൻ, ആശാ വർക്കർ സുശീല രാജൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സിലാരി TP, ഫസീന സുൽഫിക്കർ, ഗിരിജ കൊടപ്പള്ളി എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര 4 കൂടിയ സെന്റർ, വായനശാല റോഡ്, ATC റോഡ്, മരക്കമ്പനി റോഡ്, മഹാത്മാഗാന്ധി റോഡ്, മഹാത്മാഗാന്ധി ഹരിജൻ റോഡ്, കാഞ്ഞാണി പെരിങ്ങോട്ടുകര റോഡ് എന്നീ പ്രദേശങ്ങളാണ് ശുചീകരിച്ചത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ അംഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വലപ്പാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ഇൻപേഷ്യന്റ് കൂട്ടായ്മയായ കഷായം എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഡോക്ടർ അജിതയ്ക്ക് യാത്രയയപ്പ് നൽകി. നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോയ് ജോസഫ് അധ്യക്ഷനായി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് മുഖ്യാതിഥിയായി. സംഘടനയുടെ ചെയർമാൻ സജീവൻ മണ്ണാന്തിട്ടി, ജനറൽ കൺവീനർ കിഷോർ വാഴപ്പള്ളി, ഗ്രാമപഞ്ചായത്ത് അംഗം EP അജയ് ഘോഷ്, ഡോക്ടർ പ്രിയ, നരേന്ദ്രൻ മാരാത്ത്, ശ്രീജ, സജിൽ തെക്കൂട്ട് എന്നിവർ സംസാരിച്ചു. അതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ ആനക്കയം വളവിൽ കാട്ടാന കാറിനു നേരെ പാഞ്ഞെടുത്തു. യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങൾ തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു. ആനക്കൂട്ടത്തിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങിയ പിടിയാനയാണ് കാറിന് നേരെ പാഞ്ഞെടുത്തത്. ഞായറാഴ്ച വൈകിട്ടോടെ ഇതുവഴി എത്തിയവരാണ് ആനയുടെ മുന്നിൽ അകപ്പെട്ടത്. ആന ഓടിയെടുക്കുന്നത് കണ്ട കാർ പെട്ടെന്ന് പിന്നോട്ടെടുത്തതിനാൽ യാത്രക്കാർ രക്ഷപ്പെടുകയായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6890 രൂപ, പവന് 55,120 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൂർക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് കോൺക്രീറ്റിംഗ് ഉപേക്ഷിച്ച് കരാർ കമ്പനി പോയതിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരവും നൈറ്റ് മാർച്ചും നടത്തി. സമരം DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ കൂർക്കഞ്ചേരി റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിൽ നിന്ന് കരാർ കമ്പനി പിൻവാങ്ങിയതോടെ ദുരിതത്തിലായത് വഴിയാത്രക്കാർ. 22-ന് തീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് തൃശൂർ അടക്കമുള്ള 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കൊരട്ടിയിൽ വൻ ലഹരി മരുന്നുവേട്ട. കൊച്ചിയിലേക്ക് കടത്തുകയായിരുന്ന മാരക രാസലഹരിയുമായി യുവാവ് പിടിയിൽ.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.